മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി പൊന്നാനി നഗരസഭയുടെ തീരോദയം പദ്ധതി. സൗജന്യമായി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുവാൻ അവസരമുതകുന്നതിനാവശ്യമായ ബോധവൽക്കരണവും ഹെൽപ്പ് ഡെസ്ക് സംവിധാനത്തിനും തുടക്കമാകുന്നതായിരുന്നു പൊന്നാനി നഗരസഭയുടെ തീരോദയം പദ്ധതി. +2 കഴിഞ്ഞ 100-ൽ പരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും വിവിധ കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നതിലൂടെയും തീരോദയം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി മാറി. RV ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുകയും അതുവഴി ജോലി സാധ്യത ലഭ്യമാക്കുകയും ചെയ്യുക എന്ന നഗരസഭയുടെ ലക്ഷ്യമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെയും കോളേജുകളുടെയും ക്യാമ്പസുകളിൽ ലഭ്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഗ്രാന്റുകളും പ്രയോജനപ്പെടുത്തി എങ്ങനെ റെഗുലർ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്നതിനോടൊപ്പം ഫിൻടെക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ കൂടുതലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടുത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾക്ക് അവബോധം ഉണ്ടാക്കാൻ കഴിയുന്നതായിരുന്നു പരിപാടി. വിവിധ കോഴ്സുകളെ കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഫിഷറീസ് ഉദ്യോഗസ്ഥരും അധ്യാപകരും മറുപടി നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK മഷൂദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൺകുമാർ, പ്രൊഫസർ ഹാഷിം, മോട്ടിവേഷണൽ സ്പീക്കർ ജാബിർ സാദിഖ്, അജീഷ്, ഫിഷറീസ് ഓഫീസർമാരായ അജ്മൽ, ആദർശ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഹസീന നന്ദി പറഞ്ഞു. എന്തുകൊണ്ട് നമ്മുടെ പൊന്നാനി തീരദേശ മേഖലയിലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചാൽ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഭാവിയിൽ ഈ ഭരണസമിതിക്ക് അതൊരു കയ്യൊപ്പായി മാറുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായി. ഇപ്പൊ ഇന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടല്ലേ, ഡാറ്റാ സയൻസിന് 90,000 രൂപ കൊടുത്ത് ഒരു കോളേജിൽ, പ്രൈവറ്റ് കോളേജിൽ എന്റെ മകനെ ഞാൻ ചേർത്തു. ഇനി ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ, കാരണം മുഴുവൻ പണവും ഞാൻ അടച്ചു. 90,000 രൂപ കൊടുത്ത് മത്സ്യത്തൊഴിലാളിയുടെ ഒരു മകനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർത്തു. എന്നാൽ പൂർണ്ണമായും അത്തരം കോഴ്സുകൾക്ക് നമ്മുടെ സർക്കാർ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ കാര്യം പല ആളുകൾക്കും അറിയില്ല. ഇപ്പൊ കടപ്പുറത്ത് നിന്ന് തീരോദയം എന്ന പേരിൽ നമ്മൾ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ 1, 2, 3, 4 പേരെ മാത്രം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, +2 കഴിഞ്ഞു ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായി അതിനുശേഷം ജോലി കിട്ടിയ വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രമേ നമുക്ക് പറയുള്ളൂ. നമുക്ക് എല്ലാവരും അറിയാം സുൽഫത്തിനെ പോലുള്ള നമ്മുടെ സഹോദരിമാരെ. എന്നാൽ ഈ നഗരസഭയുടെ ലക്ഷ്യം, ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ തീരദേശ മേഖലയിൽ നിന്ന് 1000-കണക്കിന് ഡോക്ടർമാരെ, 10,000-കണക്കിന് സർക്കാർ ഉദ്യോഗാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. അതിന് ഒരു തുടക്കമാണ് ഈ CV സുധയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി തീരോദയം എന്ന പേരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.